അടിപൊളി റെക്സ് ബിഗോണി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല മനോഹരമായ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇലകൾ തന്നെ നോക്കുക. ഈ ഭാഗത്തൊരു നല്ല കളറ്, ഈ ഭാഗത്തൊരു നല്ല സിൽവർ ടച്ചുള്ളൊരു കളറ്, അതിലൊരു ചെറിയൊരു ഗ്രീൻ. അടിപൊളിയാണ് ഇതിൻ്റെ ഇലകളും. അതിൻ്റെ പൂക്കളുണ്ട്. ഇതിന് മനോഹരമായ നല്ല പൂക്കളുണ്ട്. ഇത് കണ്ടില്ലേ, കൊല കൊലയായിട്ട് തൂങ്ങി നിൽക്കുന്ന, താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞു പൂക്കളാണ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക്, ഞാനൊരു ഒറ്റ ചട്ടിയിലൊരു മദർ പ്ലാന്റാണിത്. അതാണ് ഇത് മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. ഇതാ കണ്ടില്ലേ, അത്രയും വലിയ പ്ലാന്റാണ്. നമുക്കിത് റീപോട്ടിക്കാൻ സമയമായി. തിരിച്ചെടുത്ത് നമുക്കതിനെ തിരിച്ച് വേർതിരിച്ച് നിറയെ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റായിട്ടാണ്. സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമുള്ള നല്ല പ്ലാന്റാണിത്. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല പ്ലാന്റാണല്ലോ ബിഗോണിയ തൈകൾ. നല്ല ഭംഗിയും കൂടിയാണ്, ഇലകളും പൂക്കളും ഒക്കെ ഭംഗിയും കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. ഇതുപോലെ വളരാൻ വേണ്ടത് നമ്മൾ നല്ലൊരു എന്താണ് പറയുക, പോട്ടി മിക്സാണ് വേണ്ടത്. നല്ല ഹോളുള്ള ചട്ടിയിൽ കുറേ കല്ലൊക്കെ ഇട്ട് നല്ല ഇളകിയ പോട്ടി മിക്സ്, കുറേ മണ്ണ് മാത്രം ഇടണം. കുറേ ചാണകപ്പൊടിയും കുറേ മണലും ഒക്കെ ചേർന്ന്, അത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ താഴേക്ക് പെട്ടെന്ന് വെള്ളം പോയി ചളി കെട്ടാത്ത രീതിയിൽ നല്ലൊരു പോട്ടി മിക്സാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇത് അതിമനോഹരം നല്ല വലിയ പ്ലാന്റുകളായി നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഒരുപാട് വളങ്ങളൊന്നും നമ്മളിതിന് ഫെർട്ടിലൈസറൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അത് നല്ലൊരു പോട്ടി മിക്സിൽ വെച്ചാലേ മതി. അത് നന്നായി വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പൂക്കളും ഭയങ്കര ഭംഗിയാണ് കാണാനും. അതിൻ്റെ തൈകൾ നമുക്കിത് കുറച്ച് തൈകൾ സെയിലിനാക്കിയിട്ടുണ്ട്. പൂക്കളുള്ള തൈകൾ തന്നെയാണ്. ഇതാണ് തൈകൾ. 40 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആവശ്യക്കാരനെ ചോദിച്ചോളൂ. നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാലും താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്